നാട്ടിൽ നടക്കുന്ന സംവാദങ്ങളിൽ ആരെല്ലാം എന്തെല്ലാം അഭിപ്രായം പറയും. അഭിപ്രായങ്ങൾ ഓരോന്ന് കേട്ടാൽ പാർട്ടിയുടെ അഭിപ്രായം മാറും. പാർട്ടി വളരെ ആധികാരികമായി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ തന്നെ ഈ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി കുറച്ചുകൂടി കടുത്ത നിലപാട് സ്വീകരിച്ച് ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഫാസിസ്റ്റ് ഗവൺമെൻറ് തന്നെയാണിത് എന്ന് കാണുന്നൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിൻ്റെ നിലപാടിലൊന്നും ആരെങ്കിലും എന്തെങ്കിലും എഴുതിയാൽ മാറുന്നതല്ല. ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ശബ്ദങ്ങൾ ഉണ്ടാകണം. BJP ശബ്ദങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത പാർട്ടിയാണ്. ഞങ്ങൾ രാജ്യത്തിൻ്റെ ബഹുസ്വരത നിലനിർത്തണം എന്നാഗ്രഹിക്കുന്ന പാർട്ടിയാണ്. എല്ലാവരുടെയും അഭിപ്രായം കേൾക്കും. അതിലൊന്നും പ്രധാനപ്പെട്ട പ്രശ്നമൊന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞത് ഗവൺമെൻറ് എന്തായാലും ഒരു നിലപാട് ഇപ്പോൾ എടുത്തിട്ടില്ല. ഗവൺമെൻറ്റിനെതിരായിട്ട് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. TLB താലൂക്ക് ലാൻഡ് ബോർഡ് അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേസെടുക്കുകയും നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നേരത്തെ മാധ്യമങ്ങൾ പറഞ്ഞു. താലൂക്ക് ലാൻഡ് ബോർഡ് റവന്യൂ വകുപ്പിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ബോഡിയല്ല. അതൊരു സെമി ജുഡീഷ്യൽ അധികാരമുള്ള ജുഡീഷ്യൽ അധികാരമുള്ള ഒരു ബോഡിയാണ്. അത് സ്വാഭാവികമായിട്ടും ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ അന്തസ്സത്ത നിലനിർത്തുന്നതിന് വേണ്ടി ആരംഭിക്കുകയും അനധികൃതമായി ഭൂമി കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ വിചാരണ നടത്താൻ അവസരമൊരുക്കുകയും ചെയ്യുന്ന ഒരു ജുഡീഷ്യൽ ബോഡിയാണ്. TLB ആണ് ലീഗിനെതിരായിട്ടല്ല, ലീഗ് ഭൂമി മേടിച്ചവർക്കെതിരായി ഒരു നോട്ടീസ് അയച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞത്. അന്ന് ലീഗ് പറഞ്ഞത് ആ ഭൂമി ഏതെങ്കിലും വിധത്തിൽ അത്തരത്തിലുള്ള യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ്. അത് തെളിയിക്കേണ്ട ബാധ്യത ബന്ധപ്പെട്ട ഭൂമിയുടെ ഉടമസ്ഥന്മാർക്കാണ്. എനിക്ക് മനസ്സിലാവാത്ത കാര്യം അവരവർ നടത്താൻ പറ്റാത്ത കാര്യങ്ങൾക്ക് മുഴുവൻ ഈ സർക്കാരിൻ്റെ മേത്ത് കുതിര കയറുന്നത് എന്തിനാണെന്നാണ്. ഒരു മിഠായി പോലും മേടിച്ചു കൊടുക്കാൻ പിരിച്ച കാശ് ചെലവഴിച്ചിട്ടില്ല എന്നുള്ള ആരോപണം ഉണ്ടായപ്പോൾ ഭൂമി സർക്കാർ തരാത്തതുകൊണ്ടാണെന്ന് ഒരു സംഘം ആരോപണം ഉന്നയിച്ചു. സർക്കാർ തന്നെ ഭൂമി 45 കോടി രൂപ കൊടുത്തിട്ട് ഏറ്റെടുത്തതാണ്. 7.5 മാസം കേസ് നടത്തി ഏറ്റെടുത്ത ഭൂമിയാണ്. സർക്കാർ പണം കൊടുത്ത് മേടിച്ച ഭൂമിയാണ്. ആ സർക്കാരിനോട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഭൂമി തന്നില്ല എന്ന് പറയുന്നത് ഏത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അങ്ങനെ ഒരു ടൈപ്പ് അവരെവിടെയെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ ഭൂമി ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിൽ നിവേദനം നൽകിയിട്ടുണ്ടോ? ഏതെങ്കിലും ഘട്ടത്തിൽ സർക്കാർ അങ്ങനെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും ഉണ്ടായതായിട്ട് ആർക്കും അറിയില്ല. എന്നിട്ടും പിരിച്ച കാശ് സംബന്ധിച്ചിട്ടുള്ള തർക്കം ഉണ്ടായാൽ നേരെ സർക്കാരിൻ്റെ നെഞ്ഞത്ത് കയറേണ്ട ഒരു കാര്യമില്ല. ലീഗിൻ്റെ ഒരു വാർത്ത ഞങ്ങൾ കേട്ടു. ഞങ്ങളെ കുറച്ചു കാലം ഇങ്ങനെ ചില തടസ്സങ്ങൾ, നിയമ തടസ്സങ്ങൾ ബോധപൂർവം സർക്കാർ വരുത്തിയ. സർക്കാർ ആർക്കും ഒരു നിയമ തടസ്സം ഉണ്ടാക്കിയിട്ടില്ല. കേരളത്തിലെ ഈ ഗവൺമെൻറ് 410 പേർക്ക് വീട് വയ്ക്കാനുള്ള എൽസ്റ്റൈൻ എസ്റ്റേറ്റിലെ ഭൂമി ഏറ്റെടുക്കാൻ തന്നെ 7.5 മാസക്കാലത്തോളം കോടതിയിൽ കേസ് നടത്തേണ്ടി വന്നു. ആ കേസ് നടത്തുന്നത് കാണാതെ സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിച്ചതാണെന്ന് പറഞ്ഞവർ ഏത് കേസാണ് സർക്കാർ ഏറ്റെടുത്തതെന്ന് പറയാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. ഞാൻ ഈ കാര്യങ്ങളിലൊന്നും ഒരു തർക്കത്തിന് തയ്യാറാകുന്നില്ല. കേരളം ഒറ്റ മനസ്സായി നിൽക്കേണ്ടതാണ്. വയനാട് പുനരധിവാസം, കേരളത്തിലെ ഗവൺമെൻറ് ആ പുനരധിവാസത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ നടപ്പിലാക്കും. 2025 തന്നെ പുനരധിവാസത്തിന് ആവശ്യമായിട്ടുള്ള വീടുകൾ പൂർത്തീകരിക്കുന്ന വിധത്തിലുള്ള നടപടിയുമായി മുന്നോട്ട് പോകും. നിങ്ങളുടെ നിരാശ എനിക്ക് മനസ്സിലാവും. പക്ഷേ എൻ്റെ മുമ്പിലുള്ള പ്രശ്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ വിഭാഗീയത വെച്ച് ഉറപ്പിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും വിഭാഗീയത കൊണ്ട് നടക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. സ്വാഭാവികമായിട്ടും 14 ജില്ലാ സമ്മേളനങ്ങളിൽ സൂക്ഷ്മദർശിനി വെച്ച് പരിശോധിച്ചിട്ടും ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതിലൊരു നിരാശ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് മനസ്സിലാകും. ഇത്തവണ നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായിരുന്നു. CPM-ൻ്റെ സമ്മേളനങ്ങൾ നേരത്തെ കഴിഞ്ഞതുകൊണ്ട് ആക്രമിക്കാൻ ഞങ്ങൾ മാത്രമായി. അപ്പോൾ കുറച്ചുകൂടി ശക്തമായിട്ടുള്ള സൂക്ഷ്മദർശിനിയായിട്ടും വെച്ച് നോക്കിയിട്ടുണ്ടാവുക. ഏത് ജില്ലാ സമ്മേളനത്തിലാണ് വിഭാഗീയത ഉണ്ടായിട്ടുള്ളത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന ജനാധിപത്യത്തിൻ്റെ എല്ലാ അവസരങ്ങളും എല്ലാ പാർട്ടി അംഗങ്ങൾക്കും മുമ്പിൽ തുറന്നു കൊടുക്കുന്നതാണ്. വിഭാഗീയത അനുവദിക്കില്ല എന്ന് ഒരു പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? പാർട്ടി സെക്രട്ടറി എവിടെയും പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. വിഭാഗീയത എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാകും. കള്ളത്തരം വെച്ച് പൊറുപ്പിക്കില്ല എന്നൊരാൾ പറഞ്ഞാൽ അതൊരു തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? പാർട്ടിക്കകത്ത് ശരിയായി നടക്കാത്ത എന്തെങ്കിലും നടന്നാൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞത് ഒരു തെറ്റായി കാണാൻ പറ്റുമോ? തൽക്കാലം ഇതിലൊക്കെ സംതൃപ്തരാവുക. ഒരു പ്രതിസന്ധി ഉണ്ടാകില്ല. 12-ാം തീയതി ഏറ്റവും ഐക്യത്തോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ നടപടിക്രമങ്ങൾ തീർത്ത് 25-ാം പാർട്ടി കോൺഗ്രസിൻ്റെ വേദിയിലേക്ക് പോകുന്നത് സന്തോഷപൂർവ്വം ഞങ്ങൾ കാണും. അതിൽ കുറച്ച് നിങ്ങൾ സന്തോഷിക്കുക. വേറെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു സ്കോപ്പും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല.